അങ്ങനെ നമ്മുടെ ചെയിൻസോ മാൻ്റെ റീസ് എന്ന് പറഞ്ഞ ആർക്ക് തിയേറ്ററിൽ പോയി കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു മസ്റ്റ് വാച്ച് ആനിമി മൂവി തന്നെയാണ്. പക്ഷേ മൂവിയിലെ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ ഈ മാസത്തെ രണ്ടാമത്തെ ആനിമി മൂവിയാണ് ഞാൻ കാണുന്നത്. ആൻഡ് ആദ്യം കണ്ടത് നമ്മുടെ ഡീമൺ സ്ലെയർ ആയിരുന്നു. അന്ന് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ കുറച്ചധികം പിള്ളേർ അവരുടെ ഫാമിലി ആയിട്ട്, അതായത് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടന്മാരൊക്കെ ആയിട്ട് വന്ന് പടം കാണുന്നതാണ്. ആൻഡ് അതുപോലെയാണ് നിങ്ങൾ ഈ മൂവി കാണാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തിയേറ്ററിൽ വെച്ച് തന്നെ നല്ല വീക്ക് കിട്ടിയേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു വരുന്നത് ഇതൊരു 18+ മൂവി സീരീസ് ആണ്. റേറ്റഡും ആണ്. അത്യാവശ്യം വയലൻസ് മാത്രമല്ലാത്ത കുറച്ച് സീൻസും ഉണ്ട്. ഇനി നിങ്ങൾ 18 വയസ്സിൽ താഴെയാണെങ്കിൽ ചിലപ്പോൾ ചില തിയേറ്റേഴ്സിൽ നിങ്ങളെ കയറ്റുന്നു വരത്തില്ല. സോ എന്തെങ്കിലും ഒരു ID പ്രൂഫ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഞാൻ പോയത് നമ്മുടെ വനിതാ വിനീതയിലായിരുന്നു. അവിടെ ഇത്ര ഇഷ്യൂസ് ഒന്നും കണ്ടില്ല, നമുക്ക് ഡയറക്റ്റ് കയറി കാണാമായിരുന്നു. സോ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ മൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഫ്രീക്കിംഗ് ഓസം മൂവി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മാങ്കയിലെ വോളിയം 5ഉം വോളിയം 6ന്റെയും കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഇത് കവർ ആയിട്ടുള്ളത്. ആ റീസ് എന്ന് പറഞ്ഞ ആർക്ക് കംപ്ലീറ്റ്ലി കവർ ആയിട്ടുണ്ട്. ഒരു ലവ്ലി, ഒരു പെർഫെക്റ്റ്, ഒരു അമേസിംഗ് ഉള്ള ഒരു അഡാപ്റ്റേഷൻ തന്നെയായിരുന്നു. മാങ്ക വായിച്ച് എനിക്ക് ഇതൊരു പെർഫെക്റ്റ് ഗിഫ്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം കുറച്ച് ലാഗ് ചിലപ്പോൾ ഫീൽ ചെയ്യും, പക്ഷേ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ തീരുന്നവരെ പക്ക ആക്ഷനാണ്. എടുത്തു പറയേണ്ടത് നമ്മുടെ ഭീമിന്റെ ഡെഞ്ചിയുടെ ആ ഒരു കോംബോ. ഇറ്റ് വാസ് ഫ്രീക്കിംഗ് ഓസം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയേണ്ടത് ഇന്നത്തെ ആനിമേഷനെ പറ്റിയാണ്. വളരെ ലിക്വിഡായിട്ട് പോയിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഈ ഒരു ആനിമേഷൻ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം. വളരെ ലിക്വിഡായിട്ട് പോയുള്ള നല്ലൊരു ആനിമേഷൻ തന്നെ കാണാൻ സാധിച്ചു. മാപ്പയുടെ ഭാഗത്തു നിന്ന് അതിന് നമുക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. പിന്നെ പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതിനകത്തെ മ്യൂസിക്കും ഒക്കെയാണ്. അതും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് ഈ ചെയിൻസോ മാൻ്റെ പാട്ടൊക്കെ ഒരു രക്ഷയിലായിരുന്നു. സീസൺ 1ന്റെ അകത്ത് ഒരു ഹിറ്റ് പാട്ടുണ്ടായിരുന്നു. സീസൺ 2ന്റെ അകത്തും അതേപോലെ നല്ലൊരു പാട്ട് തന്നെയാണ്. സീസൺ 1 വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ആദ്യം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു, പെട്ടെന്ന് തന്നെ മൂവി എൻഡ് ചെയ്യും. ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 100 മിനിറ്റ്സ് എങ്ങാണ്ടാണ് മൂവിയുടെ റൺ ടൈം ഉള്ളത്. ആൻഡ് ഇറ്റ് വാസ് വേർത്ത് ഇറ്റ്. പിന്നെ ഞാൻ പോയി TTC അവർ ഇന്റർവെൽ ഒന്നും തന്നില്ല, ഒറ്റ സ്ട്രെച്ച് ആയിരുന്നു. 7 മണിക്ക് കയറിയിട്ട് പിന്നെ കറക്റ്റ് എനിക്ക് തോന്നുന്നു 8:30 8:45 അങ്ങോട്ടായപ്പോഴാണ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒറ്റ സ്ട്രെച്ചിൽ പോയി. ആൻഡ് ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാം. ആദ്യത്തെ കുറച്ച് ഭാഗം എന്നുവെച്ചാൽ എല്ലാവരും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗം മാത്രമേ കുറച്ചൊന്ന് ഡൗണിലേക്ക് വരുന്നുള്ളൂ. ബാക്കി പിന്നെ ഒറ്റ മെയിലായിട്ടുള്ള ഒറ്റ ഗ്രാഫാണ്. ഒരു രക്ഷയില്ലെന്ന്. ആക്ഷൻ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാതെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ആനിമി ഫാൻസിന്റെ ഒക്കെ ഗ്രോത്ത് ഈ മൂവിയിൽ നമ്മൾ തെളിയിച്ച് കൊടുക്കണം. കാര്യം ഡീമൺ സ്ലെയറിന് കിട്ടിയ സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക. കാര്യം എങ്കിലും മാത്രമേ ഇതേപോലത്തെ നല്ല ആനിമി മൂവീസ് ഒക്കെ ഇനിയും നമ്മുടെ തിയേറ്റേഴ്സിലൊക്കെ വരത്തുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്റെ വീടിന്റെ ഒക്കെ അടുത്ത് ഈ ചെയിൻസോ മാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം ഡീമൺ സ്ലെയർ റിലീസ് ആയിരുന്നു. പക്ഷേ ചെയിൻസോ മാൻ നമ്മുടെ വീടിന്റെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഇവിടുന്ന് ഒരു 10-70 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു മൂവി കണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഇനി നിങ്ങൾക്ക് പൊരുത്തപ്പെടാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ ഫില്ല് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.